ഹായ്, ഞാൻ കൗതുകിസ്റ്റ്. എൻ്റെ ചുറ്റുമുള്ള നേച്ചറിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കൗതുകം കണ്ടെത്തുന്ന കൗതുകിസ്റ്റ്. ഇന്ന് നമുക്ക് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് സന്ദർശിച്ചാലോ? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റിൻ്റെ കീഴിലാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ടൗണിൽ നിന്നും ഒരു 10 കിലോമീറ്റർ അകലെ പൊക്കുന്ന ഗുരുവായൂരപ്പൻ കോളേജിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 50 ഏക്കറിന് മുകളിലായിട്ടുള്ള ഇവിടം പ്രധാനമായും ജലസസ്യ വൈവിധ്യങ്ങളുടെ ഗവേഷണവും സംരക്ഷണവുമാണ് നടത്തിയിരുന്നത്. ഇവിടെ സസ്യങ്ങളുടെ പ്രത്യേകതയനുസരിച്ചിട്ട് അവയെ ഓരോ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലേഔട്ടാണ് നമ്മളീ കാണുന്നത്. ലൈക്കൻ ഹൗസ്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് അഥവാ പായൽ, പന്നൽ ഒക്കെ പോലെയുള്ളവ പ്രത്യേകം ടെമ്പറേച്ചർ കണ്ടീഷൻസിലാണ് സംരക്ഷിച്ചു വരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നായ അക്വാപോണിക്സ്, അതുപോലെ തന്നെ കാർണിവോറസ് പ്ലാന്റ്സ്, വാലി ഓഫ് ജിഞ്ചർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ് ഈ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മുടെ ഹോർട്ടസ് മലബാർക്കസിലൊക്കെ പറഞ്ഞിട്ടുള്ള അനേകം സസ്യങ്ങൾ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഈ ഡിസംബറിൽ നടന്ന മലബാർ ഗാർഡൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയ ഇൻസ്റ്റലേഷൻസും പൂക്കളും ഒക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ഒരുപാട് പൂക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെണ്ടുമല്ലി, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് റോസസ്, ഹൈഡ്രേഞ്ചിയ, സൺഫ്ലവർ, വിവിധ തരം ഡാലിയാസ്, ജമന്തി പൂക്കൾ, സന്തോഷത്തോടെ നിൽക്കുന്ന കുഞ്ഞു ടൊറേനിയാസ്, ഓർക്കിഡ്സ്, കളർഫുൾ പെറ്റൂണിയാസ്, അങ്ങനെ പലവിധം പൂക്കൾ. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് വഴിയരികിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു വാടാമല്ലി പൂക്കളാണ്. ഇതൊന്നും കൂടാതെ ഇലകളിലേക്ക് ഇങ്ങനെ രാവിലത്തെ സൂര്യപ്രകാശം വീഴുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. ഇവിടെ ചെടികളുടെ പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ റിസർച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. PhD പ്രോഗ്രാംസ്, ട്രെയിനിങ്, ഇന്റേൺഷിപ്സ്, കപ്പാസിറ്റി ബിൽഡിംഗ്, ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ സസ്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനുമായിട്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ വരാറുണ്ട്. ഇനി ഇതൊന്നും പഠിക്കാനല്ലെങ്കിൽ കൂടി നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങൾക്കും ഇവിടെ വരാവുന്നതാണ്. സൺഡേസും പബ്ലിക് ഹോളിഡേയ്സും ഒഴിച്ച് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടേക്ക് എൻട്രി ഉണ്ടാവുക. കണ്ണിനും മനസ്സിനുമൊക്കെ ഒരുപാട് കുളിർമയേകുന്ന പച്ചപ്പും പൂക്കളും പൂമ്പാറ്റകളും ഇവയൊക്കെ കണ്ടുകൊണ്ട് കിളികളെ കാണാൻ പറ്റില്ലെങ്കിലും അവയുടെ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്നിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയായിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ കാണാൻ പറ്റും. ലോവഗ്രൂം സസ്യങ്ങൾ, പഴയ മലബാർ മേഖലയിലെ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന സസ്യങ്ങൾ എന്നിവയൊക്കെ സംരക്ഷിച്ച് പോരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെറ്റ്ലാൻഡ്, തണ്ണീർത്തട സസ്യങ്ങളുടെ എക്സിറ്റു കൺസർവേഷനും ഇവിടെയുണ്ട്. കൂടാതെ ആൽഗെ, ഫംഗി, ലൈക്കൻ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ആൻജിയോസ്പേംസ് എന്നിവയുടെ ഇൻ്റർനാഷണൽ ഹെർബേറിയമായിട്ടും മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു കുന്നായതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കയറ്റം കയറി നടക്കാനുണ്ട്. എന്നിരുന്നാലും കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ വല്ലാതെ ക്ഷീണം ഫീൽ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് ഒരുപാട് ചെടികളൊക്കെ ഉള്ള കാരണം മേ ബി അത് എനർജൈസ് ചെയ്യുന്നതാണ്. പച്ചപ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ക്ഷീണം അറിയാതെ മറന്നു പോകുന്ന പോലെ. എനിക്കിവിടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഇതിനുള്ളിൽ കിട്ടുന്ന മഴയാണ്. ഞാനൊരു 2.5 കൊല്ലം മുന്നേ ഇവിടെ വന്നപ്പോൾ എനിക്കതങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ കാടൊന്നും അല്ലെങ്കിലും ചുറ്റും മരങ്ങളും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന ഇടയിലൂടെ ചാറ്റൽ മഴയും കൊണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭൂതിയാണ്. നോർമലി ഇവിടേക്ക് 10 മണി മുതൽ എൻട്രി ആണെങ്കിലും മലബാർ ഗാർഡൻ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 12 മണി മുതലായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. എങ്കിലും എനിക്ക് കുറച്ച് നേരത്തെ ആളൊഴിഞ്ഞ തിരക്കില്ലാത്ത നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ മോർണിംഗ് ഗാർഡൻ കാണാൻ പറ്റി. അതിന് കാരണം ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തന്നെ കുറച്ച്
പ്രോഗ്രാംസ് ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് വരുന്നവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എല്ലാം ഒറ്റയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് നടന്നതാണ്. വാട്ടർ കളറിങ്, ക്വിസ്, വെജിറ്റബിൾ കാർവിങ്, സ്പോർട്ട് ഫോട്ടോഗ്രാഫി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വാഷ്റൂമും കഫറ്റീരിയയും ഒക്കെ അവൈലബിൾ ആണ്. വാഷ്റൂം 1-2 ഇടത്തുണ്ട് തോന്നുന്നു. കഫറ്റീരിയ കയറി വരുന്ന ആ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു കണ്ടില്ല, അവിടെ അടുത്തായിട്ടാണ് വരുന്നത്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ, വാലി ഓഫ് ജിഞ്ചേഴ്സ് ആൻഡ് ബനാനാസ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജിഞ്ചർ പാർക്കായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ജിഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇഞ്ചി മാത്രമാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ജിഞ്ചർ ഫാമിലിയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ ഇൻറ്റീരിയറിനൊക്കെ യൂസ് ചെയ്യുന്ന കലാത്തിയ പ്ലാന്റ്സ് ജിഞ്ചർ ഫാമിലിയാണെന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. അതുപോലെ അതിനേക്കാളും അത്ഭുതപ്പെട്ടത് ബനാന ജിഞ്ചർ ഫാമിലിയാണെന്ന് അറിഞ്ഞപ്പോഴാണ്. കാണുന്നുണ്ടോയെന്നറിയില്ല, മയിൽപ്പീലി പോലെ വിടർന്ന് നിൽക്കുന്ന ഒരു വാഴ കാണുന്നുണ്ടോ? അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ബൊട്ടാണിക്കലൊക്കെ കയറി വരുന്ന അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ നേറ്റീവ് പ്ലാന്റ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവിധ സസ്യ ഇനങ്ങളാണ് ഇവയൊക്കെ. ഇവിടെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ ക്രിയേറ്റീവ് ആവാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്നെത്തുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. ഇത്രയധികം ചിത്രശലഭങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വല്ലാത്തൊരു സന്തോഷം. ഈ നീലക്കടുവയും എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. അതിങ്ങനെ പറക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്നെനിക്ക് ഈ 2 ബട്ടർഫ്ലൈസിനെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. വേറെയും കളർഫുൾ ഉണ്ടോയെന്ന് നോക്കി, പക്ഷേ കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പൂമ്പാറ്റകളിൽ ഏറ്റവും ഇഷ്ടം വിലാസിനിയാണ്. എന്ത് ഭംഗിയാണല്ലേ അതിൻ്റെ ചിറകുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞപ്പാപ്പത്തി ഉണ്ടായിരുന്നു, പക്ഷേ അത് അങ്ങ് ഉയരത്തിൽ പാറി കളിക്കുന്ന കാരണം വീഡിയോയിൽ വല്ലാതെ കിട്ടിയില്ല. ഫ്ലവർ ഷോയിലുള്ള പൂക്കൾ കൂടാതെ നാച്ചുറലായിട്ട് ഇവിടെയുള്ള ഫ്ലവേഴ്സാണ് ഇവരൊക്കെ. എന്ത് ഭംഗിയാണ് വിവിധ നിറങ്ങളിൽ ഇവരെ കാണാൻ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് കാർണിവോറസ് പ്ലാന്റ്സ്. കാർണിവോറസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു പ്രാണികളെയൊക്കെ കഴിക്കുന്ന സസ്യങ്ങൾ. പാന്തസ്, വീനസ്, ഫ്ലൈ ട്രാപ്പൊക്കെ പോലെയുള്ള സസ്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നോർമൽ പ്ലാന്റ്സ് നൈട്രജൻ ആഗിരണം ചെയ്യുന്നത് മണ്ണിൽ നിന്നാണ്, അതിൻ്റെ വേരുകളിലൂടെ. പക്ഷേ ഇത്തരത്തിലുള്ള ചെടികൾ നൈട്രജൻ ആഗിരണം ചെയ്യുന്നത് കുഞ്ഞു പ്രാണികളെ ഇതിലേക്ക് ആകർഷിച്ചിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ദഹനരസം പോലെയുള്ള ഒരു ലിക്വിഡുണ്ട്. പ്രാണികൾ ഇതിലേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ അത് കഴിക്കാനായിട്ട് വീഴുമ്പോൾ ഈ അടപ്പ് പോലെയുള്ള ആ ഭാഗം അടയും. പിന്നെ ഈ പ്രാണികൾ അതിൽ കിടന്ന് അത് ഈ ചെടിക്ക് ഭക്ഷണമായി തീരുകയാണ് ഉണ്ടാവുന്നത്.
അതുകൊണ്ട് തന്നെ പ്രാണികളിൽ നിന്നിട്ട് ഡയറക്റ്റ് നൈട്രജൻ കിട്ടുന്ന കാരണം ഈ ചെടികൾക്ക് മറ്റുള്ള ചെടികളെക്കാളും കുറച്ചുകൂടെ വളർച്ച കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് പേർക്ക് ഇരുന്ന് ആസ്വദിക്കാവുന്ന ഓപ്പൺ സ്റ്റേജ് കാണാം. ഇവിടെ വെച്ചായിരുന്നു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ നടന്നിരുന്നത്. ആ കാണുന്ന കുന്നുണ്ടോ, നമ്മുടെ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊരിക്കൽ അവിടെ പോയിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കി നിന്നത് ഓർക്കുന്നു. ഈ കാണുന്ന ചെടികളൊക്കെ ഡിസംബർ 30 മുതൽ വിൽക്കാം എന്നാണ് അവിടെ എഴുതിയിരുന്നത്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ മറ്റൊരു വഴിയിലൂടെ ഗാർഡൻ്റെ ഏകദേശം പകുതി വഴിയിൽ എത്തിപ്പെട്ടു. ഒരുപാട് ഫുഡ് സ്റ്റോൾസും ഐസ്ക്രീം സ്റ്റോൾസും മറ്റ് സ്റ്റാളുകളൊക്കെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇത് ഗാർഡനിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ വേഴാമ്പലിൻ്റെ പിന്നിലായിട്ട് കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കണ്ട മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.